ഹായ് മക്കളെ, നമുക്ക് കീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കെമിക്കൽ ബോണ്ടിങ് എന്നൊരു ചാപ്റ്ററിലാണ്. കെമിക്കൽ ബോണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ചാപ്റ്റർ എന്തായാലും പോയിട്ട് പഠിക്കണം നിങ്ങൾ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ അല്ലെങ്കിൽ അയോൺ ഹാസ് സ്ക്വയർ പ്ലനാർ ഷേപ്പ് എന്നാണ് ചോദ്യം. ഷേപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. VSEPR വെച്ചിട്ട് നമുക്ക് ചെയ്യാം. SO4 ആണ് ആദ്യത്തെ കോമ്പൗണ്ട്. നമുക്കറിയാം സൾഫറിൻ്റെ അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്. 4 ഫ്ലോറിൽ 4 ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം 2 ഇലക്ട്രോൺ ഉണ്ട്, അതായത് ഒരു ലോൺ പെയർ. അപ്പോൾ 4 ബോണ്ടും 1 ലോൺ പെയറും. AB4E നമുക്കറിയാം എന്ത് ഷേപ്പാണ്, സീസോ ഷേപ്പാണ്. എന്തല്ല, സ്ക്വയർ പ്ലനാർ അല്ല. അപ്പോൾ അതല്ല. ഇനി NH4+ നോക്കാം. നൈട്രജൻ്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ കുറഞ്ഞു, 4 ഇലക്ട്രോൺ. നൈട്രജൻ്റെ ചുറ്റും 4 ബോണ്ടുകളുണ്ട് അല്ലേ, 4 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ 4 ബോണ്ട് മാത്രം, ഇനി ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ AB4 ആണ്. AB4 എന്താണ്, ടെട്രാഹെഡ്രലാണ്. CH2Cl2 കാർബണിൻ്റെ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോണാണ്. ആ കാർബണിൻ്റെ ചുറ്റും 2 ഹൈഡ്രജനും 2 ക്ലോറിനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇലക്ട്രോണുകളില്ല, അതായത് ലോൺ പെയർ ഇല്ല, 4 ബോണ്ട് മാത്രം. AB4 ആണ്, ടെട്രാഹെഡ്രലാണ്. വീണ്ടും CH4 കാർബണിൻ്റെ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, 4 ബോണ്ട് ഉണ്ടാക്കി, ലോൺ പെയർ ഇല്ല. അപ്പോൾ AB4 ആണ്. AB4 ആണെങ്കിൽ എന്താ, ടെട്രാഹെഡ്രലാണ്. XCF4 നോക്കിക്കേ. സെനോണിൻ്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ആ സെനോണിന് ചുറ്റും 4 ഫ്ലോറിനുണ്ട്. അപ്പോൾ 4 ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ 4 ബോണ്ട് AB4, ബാക്കി 4 ഇലക്ട്രോണാണ്. ബോണ്ട് ഉണ്ടാക്കാത്ത 4 ഇലക്ട്രോണെ വിളിക്കുന്ന പേര് 2 ലോൺ പെയറിന്. AB4E2 എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, സ്ക്വയർ പ്ലനാർ ആണ്. കാരണം AB4E2 ഇങ്ങനെ വരക്കല്, ഇതാണ് AB4, ഇവിടെ ലോൺ പെയർ ഉണ്ടാകും, ഇവിടെയും ലോൺ പെയർ ഉണ്ടാകും. ഇതാണ് സ്ക്വയർ പ്ലനാറിൻ്റെ ഷേപ്പ്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ E ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതേപോലത്തെ ചോദ്യം നമുക്ക് അടുത്തൊരു വീഡിയോയിലും കാണാം. അതുവരെ